ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ആ ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കുക എന്ന ഒരു തന്ത്രപരമായ നീക്കമാണോ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളത്? അതുകൊണ്ടാണല്ലോ തൊടുപുഴയിലെ അതിൻ്റെ ഉദ്ഘാടനം, സംസ്ഥാന ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എല്ലാവരും ഒന്നിച്ചണിഞ്ഞത്. ഞാൻ ജനങ്ങളോട് ഇങ്ങനെ ഇവരെ ഒന്നിച്ച് കണ്ടിട്ടുണ്ടോ അടുത്ത കാലത്താണ്? ഇല്ലെന്ന് പറഞ്ഞു. എല്ലാവരുടെ ചിരിച്ചു. ഇനി ഒന്നിച്ച് നീങ്ങാൻ പോവുകയാണ്. കോട്ടയത്തെ 9 നിയോജകമണ്ഡലങ്ങളിൽ 5 LDF ആണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജ് 80,000 വോട്ടിന് ജയിച്ചു. വൈക്ക് ഒഴിച്ചുള്ള എല്ലായിടത്തും ഭൂരിപക്ഷം വരുന്നു. ആ നില തുടരണം. ജില്ലാ പഞ്ചായത്ത് ജയിക്കണം. പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജകമണ്ഡലങ്ങൾ 5 LDF ആണ്. ജില്ലാ പഞ്ചായത്തോടെ അവിടെ ഞങ്ങൾ 2 സീറ്റും ജയിക്കും. കോട്ടയത്തെ 7 സീറ്റും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട LDF സർക്കാർ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്, പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഭാവി എന്താവും എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അതിനെപ്പറ്റി പ്രവചിക്കാൻ ഞാനില്ല. ഈ റിസൾട്ട് പറയുന്നത് കാത്തിരിക്കുക. തദ്ദേശ സ്വയംഭരണ സമയം അപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയും. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ലയനത്തിനൊരു സാധ്യതയില്ല എന്ന രീതിയിലേക്കാണോ എത്തുന്നത്? അത് ആവശ്യമാണോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് പറയാം. UDF ഘടകകക്ഷി ആകാൻ ഉള്ള യോഗ്യത ജോസ് കെ മാണി വിഭാഗത്തിനുണ്ടോ? ഇപ്പം ആ ചർച്ചയ്ക്കൊന്നും പ്രസക്തിയില്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം UDF ഉണ്ടാകും. ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അതൊക്കെ UDF മറികടക്കാൻ കഴിയുമോ? പാർട്ടി ചേർന്ന് അയാളെ സസ്പെൻഡ് ചെയ്തു. അത് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. 3 ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പ്രവർത്തനം നടത്തുന്നത്. തൊടുപുഴയിൽ നിന്ന് ആന്റണി കിറുകറിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.